ഈ ലോക്ക്ഡൌൺ സമയത്ത് ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന്, ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്ന എല്ലാ പരീക്ഷകളെ കുറിച്ചും കൃത്യമായ ധാരണയില്ലാത്തത്. രണ്ട്, ലോക്ക്ഡൌൺ മൂലം സാധാരണ നടക്കുന്ന പരിശീലനം നടക്കാത്തതുകൊണ്ട് നിങ്ങളുടെ പഠനത്തിന് നിൽക്കുന്ന പ്രശ്നങ്ങൾ. മൂന്ന്, PSCയിൽ നിന്നും സ്ഥിരമായി വരുന്ന വാർത്തകൾ മാറുന്ന പരീക്ഷാ രീതികളെ കുറിച്ച് സ്ഥിരമായി പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ പരീക്ഷാ പരിശീലനത്തിൽ തയ്യാറെടുപ്പിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലഘട്ടമാണിത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് KS മെന്റർ 1 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾക്കായി തികച്ചും സൗജന്യമായ ഓൺലൈൻ ക്ലാസുകൾ 2 മാസ കാലയളവിലേക്ക് നടത്തുന്നത്. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിലൂടെ ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്ന പരീക്ഷകളെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. ഇതോടൊപ്പം മാറുന്ന പരീക്ഷാ രീതികൾക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണമെന്നുള്ള കൃത്യമായ അവബോധവും നിങ്ങൾക്ക് നൽകപ്പെടുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണാവസരമാണ്. ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുവാൻ നിങ്ങൾ ഈ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളുമായി ബന്ധപ്പെടുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു KS മെന്റർ മെയിൻസ് ആൻസർ ഡിസ്കഷൻ സീരീസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KS മെയിൻസിലെ പേപ്പർ 3 ജോഗ്രഫി എന്ന സബ്ജക്റ്റാണ്. ജോഗ്രഫിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു 2 മാർക്ക്, 5 മാർക്ക്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ? വാട്ട് ആർ ദ ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസ് ഏതെല്ലാമാണെന്നാണ് ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 5 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് മോണോക്രോപ്പിംഗ്? എക്സ്പ്ലെയിൻ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മോണോക്രോപ്പിംഗ്. എന്താണ് മോണോക്രോപ്പിംഗ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ്. ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻ സ്പൈറ്റ് ഓഫ് ലോ ഇൻകം, അറൌണ്ട് 50% ഓഫ് ഇന്ത്യൻ വർക്കിംഗ് പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ആസ് their primary source of employment. In the light of above statement, critically analyze the problems faced by Indian agriculture. ഇതൊരു 10 മാർക്കിന്റെ ചോദ്യമാണ്. അതായത് 50% ഇന്ത്യൻ പോപ്പുലേഷനും വർക്കിംഗ് പോപ്പുലേഷൻ ഇന്ത്യൻ അഗ്രികൾച്ചറിനെയാണ് ജോലിക്കായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ വെച്ചുകൊണ്ട് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തെല്ലാമാണെന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ്. ഇതൊരു 10 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ഓരോരോ ചോദ്യങ്ങളിലും അതിന്റെ ആൻസറുകളിലേക്ക് നമുക്ക് പോകും. ആദ്യം തന്നെ 2 മാർക്കിന്റെ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസ് ഏതെല്ലാമാണെന്നാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസ് ആണ്. 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് ഇന്ത്യയിൽ പറയുന്നത്. ഒന്ന് ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ് എന്ന് പറയുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാമാണ് ഇവിടുത്തെ ക്രോപ്പിംഗ് സീസൺസ് എന്നാണ്. അപ്പോൾ 3 ക്രോപ്പിംഗ് സീസൺസ് നമ്പർ ഇട്ട് എഴുതുക, ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. ദെൻ ഇനി ഇതിന്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇത് ഏത് സമയത്താണ് ഇത് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഖാരിഫ് നമുക്ക് ഫ്രം ജൂൺ ടു ദിസ് സെപ്റ്റംബർ, ജൂൺ മുതൽ സെപ്റ്റംബർ മിഡ് വരെ അല്ലെങ്കിൽ ഒക്ടോബർ വരെ വരുന്ന സമയത്താണ് ഏത് വരുന്നത്, ഖാരിഫ് ക്രോപ്പിംഗ് സീസൺ നടക്കുന്നത്. ദെൻ അതിനോടൊപ്പം തന്നെ ഈ സമയത്ത് കൃഷി ചെയ്യുന്ന 1-2 ക്രോപ്പുകളുടെ പേര് കൂടെ എഴുതുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖാരിഫിൽ നമുക്ക് റൈസ്, കോട്ടൺ, ബജ്റ, മെയ്സ്, ഇതിലേതെങ്കിലുമൊക്കെ എഴുതാം. റൈസ് കമ്പൽസറി ആയിട്ട് എഴുതുക. ദെൻ ഇനി നമ്മൾ റാബി ക്രോപ്പിലോട്ട് വരികയാണെങ്കിൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെ വരുന്ന സമയമാണ്. ഫ്രം ഒക്ടോബർ ടു ദ മാർച്ച് ആണ് ഈ പറയുന്ന റാബി ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും വീറ്റ്, ഗ്രാം, ബാർലി പോലുള്ള ക്രോപ്സ് ആണ്. ദെൻ സെയ്ദ് എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പാണ്. ഏപ്രിൽ മുതൽ മെയ് എൻഡ് വരെ അല്ലെങ്കിൽ ജൂൺ വരെ വരുന്ന ടൈം പീരീഡിൽ യൂസ് ചെയ്യുന്നതാണ്. സമയത്ത് കൂടുതലായിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാട്ടർ മെലൺ ഒക്കെയാണ് ഈ സമയത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഇവിടെ എഴുതാൻ കഴിയും. ഇതിന്റെ കൂടെ തന്നെ ഈ ഖാരിഫിനോടൊപ്പം തന്നെ എഴുതുക, ദീസ് ക്രോപ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂണുമായിട്ട് ഇതിന്റെ സമയത്താണിത് ഈ പറയുന്ന ഖാരിഫ് കൃഷി ചെയ്യുന്നതെന്നും ഇത് വളരെ വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രോപ്പുകളാണ് കൂടുതലും ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് അതിനകത്ത് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. റാബി ക്രോപ്സിലേക്ക് വരുമ്പോൾ ദീസ് ക്രോപ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി വിന്റർ ടൈമിൽ വരുന്ന ക്രോപ്സ് ആണ്, അഥവാ വിന്റർ ക്രോപ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊപ്പം എഴുതാൻ പറ്റും ദീസ് ക്രോപ്സ് റിക്വയർ ലോ ടെമ്പറേച്ചർ എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോയിന്റുകൾ കൂടി എഴുതി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഫുൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണമെന്നില്ല. ആദ്യം ഖാരിഫ് എന്ന് എഴുതി ഒരു ലൈൻ ഇട്ട് അത് ആ ക്രോപ്പിംഗ് സീസൺ ടൈം എഴുതുക, ജൂൺ ടു സെപ്റ്റംബർ, അത് വരുന്ന ക്രോപ്സ് എഴുതുക. ദെൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ അസോസിയേറ്റ് ചെയ്തിട്ടാണെന്നും വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്സ് ആണെന്നും അങ്ങനെ ഒരു 3 ലൈനിലായിട്ട് തന്നെ നമുക്കിത് ഒരു കോളം പോലെ ഇത് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ,
വാട്ട് ഈസ് മോണോക്രോപ്പിംഗ്, എക്സ്പ്ലെയിൻ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മോണോക്രോപ്പിംഗ്. അപ്പോൾ എന്താണ് മോണോക്രോപ്പിംഗും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് മോണോക്രോപ്പിംഗ് എന്ന് ആദ്യം എഴുതാം. മോണോക്രോപ്പിംഗ് is agricultural practice of growing a single crop year after year on the same land. ഒരു സ്ഥലത്ത് തന്നെ ഒരേ ക്രോപ്പ് തന്നെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ലാൻഡ് എടുത്തു, ചെറിയൊരു പ്ലോട്ട്, അതിനകത്ത് കൺസിക്യൂട്ടീവായിട്ട് വീണ്ടും വീണ്ടും നെല്ല് മാത്രമോ അല്ലെങ്കിൽ വീറ്റ് മാത്രമോ ഒരു സ്ഥലത്ത് വീണ്ടും വീണ്ടും കൃഷി ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോപ്പ് തന്നെ ആ സ്ഥലത്ത് സ്ഥിരമായി കൃഷി ചെയ്യുന്നതിനെയാണ് മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അത്രയും മാത്രം മതി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്. ഒരേ ക്രോപ്പ് തന്നെ ഒരു സ്ഥലത്ത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ക്രോപ്പിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആ സോയിലിൽ നിന്ന് അത് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ ന്യൂട്രിയൻ്റ് എന്ത് ചെയ്യും? അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ന്യൂട്രിയൻസ് മാത്രം ആ സോയിൽ നഷ്ടപ്പെടും. അപ്പോൾ സോയിൽ ക്വാളിറ്റി ഡിപ്ലീറ്റ് ചെയ്യും, അഥവാ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നതിന് കാരണമാകും. പക്ഷെ അതിന് പകരം ഒരു ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം ഒരു ക്രോപ്പ് കൃഷി ചെയ്തു, അടുത്ത പ്രാവശ്യം മറ്റൊരു ക്രോപ്പ് കൃഷി ചെയ്യുന്നു, ഇങ്ങനെ വരുന്നതിന് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രോപ്പ് റൊട്ടേഷൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു ക്രോപ്പ് ഉപയോഗിക്കുന്നപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത ന്യൂട്രിയൻ്റ് ആയിരിക്കില്ല അടുത്ത ക്രോപ്പ് യൂസ് ചെയ്യും. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ന്യൂട്രിയൻസിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ മറ്റൊരു ക്രോപ്പ് സോയിലിലേക്ക് നൽകുന്ന ന്യൂട്രിയൻറ്റിനും വ്യത്യാസമുണ്ടാകും. അപ്പോൾ ആ സോയിൽ റീപ്ലെനിഷ് ചെയ്യാനും ഒക്കെ റൊട്ടേഷൻ സഹായിക്കും. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സോയിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അങ്ങനെ സോയിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസേജ് കൂടി വരുന്നു. കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. സ്ഥിരമായിട്ട് ഒരേ ക്രോപ്പ് തന്നെ കൃഷി ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് പെസ്റ്റുകളുടെയും ഇൻസെക്ടിസൈഡ്സിൻ്റെയും ഒക്കെ അറ്റാക്കിനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ക്രോപ്സ് എല്ലാം മോർ വൾണറബിൾ ടു ദി പെസ്റ്റ് ആൻഡ് ഇൻസെക്ടിസൈഡ് അറ്റാക്സ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കൂടുതലായി വരുന്ന ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയും എല്ലാം യൂസേജ് സോയിലിൻ്റെ ക്വാളിറ്റി ഡിപ്ലീറ്റ് ചെയ്യും, സോയിലിൻ്റെ ഘടന, അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ അവിടെ സോയിൽ പൊല്യൂഷൻ, ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിഞ്ഞ് സോയിൽ പൊല്യൂഷൻ ഉണ്ടാകും. ഈ പറയുന്ന സോയിൽ പൊല്യൂഷൻ എല്ലാം അവിടെ നിന്ന് മൂവ് ചെയ്ത് വാട്ടർ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വാട്ടർ പൊല്യൂഷന് കാരണമാകും. അതുപോലെ തന്നെ കൂടുതൽ ഇറിഗേഷൻ മെത്തേഡ്സ്, കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സും ഇൻസെക്ടിസൈഡ്സും യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം, അപ്പോൾ കൂടുതലായിട്ടുള്ള എക്കണോമിക് ബേർഡൻസ്, കൂടുതൽ അഗ്രികൾച്ചറൽ ഇൻപുട്ടിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു ഫാമർ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് കൂടി ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് മാത്രം ചോദിച്ചതുകൊണ്ട് അത് മാത്രം നമുക്ക് പറഞ്ഞു പോകും. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുന്നത്, മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഒരു കൊമേഴ്സ്യലൈസ്ഡ് അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യാൻ കഴിയും. അതായത് വലിയൊരു ഏരിയയിൽ ഒരു ക്രോപ്പ് മാത്രം ചെയ്യുമ്പോൾ വളരെ കൊമേഴ്സ്യലൈസ്ഡ് ആയിട്ട് വലിയ മർക്കൻഡൈസ് എല്ലാം യൂസ് ചെയ്ത് വലിയ മെഷീനറീസ് എല്ലാം യൂസ് ചെയ്ത് വലിയൊരു രീതിയിലേക്ക് ഉണ്ടാകാനും വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും വലിയ ഗ്രെയിൻ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫുഡ് സെക്യൂരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മോണോക്രോപ്പിംഗ് ഹെൽപ്പ് ചെയ്യും. ഈ മൂന്നാമത് ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. In spite of low income, around 50% of Indian working population depends on agriculture as their primary source of employment. In the light of above statement, critically analyze the problem faced by the Indian agriculture. So, ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. സോ അപ്പോൾ ഇതിനകത്ത് പറയാൻ കഴിയുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഏതാണ്ട് 50% ആൾക്കാർ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലെസ് ദാൻ 20% ഓഫ് GDP ആണ്. അത് 20% താഴെ മാത്രം ഇന്ത്യൻ GDP കൊണ്ട് 50%ഓളം ഇന്ത്യൻ പോപ്പുലേഷൻ നിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ മേജർ ഇഷ്യൂ. അങ്ങനെ ഒരു കാര്യമെല്ലാം ഉൾപ്പെടുത്തി നമുക്കിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കൂടെ. ഇനി അതിനുശേഷം നമുക്ക് വരുമ്പോൾ എന്തെല്ലാമാണ് ഈ ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിലേക്ക് നോക്കുമ്പോൾ, ഡിപ്പെൻഡൻസ് ഓഫ് ഇറാറ്റിക് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ദെൻ ലോ പ്രൊഡക്ടിവിറ്റി, വളരെ പ്രൊഡക്ടിവിറ്റി കുറവുള്ള ഒന്നാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ പ്രാക്ടീസസ്. ദെൻ കൺസ്ട്രെയിൻസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് ഇൻഡെപ്റ്റ്നെസ്, കടക്കെണിയും അതുപോലെ തന്നെ ഫോർമലായിട്ട് ഇവർക്ക് കാശ് കിട്ടാത്തതും ലോണുകൾ കിട്ടാത്തതും. ദെൻ ലാക്ക് ഓഫ് ലാൻഡ് റിഫോംസ്, സ്മോൾ സൈസ് ഓഫ് ഫാം ഫ്രാഗ്മെന്റേഷൻ, ദെൻ ലാക്ക് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ, വാസ്റ്റ് അണ്ടർഎംപ്ലോയ്മെന്റ്, ഡീഗ്രേഡേഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രോബ്ലംസ്. നമ്മൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ ഈ ഓരോ പ്രോബ്ലംസും എടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്ത് ഡിപ്പെൻഡൻസ് ഓഫ് ഇറാറ്റിക് മൺസൂൺ ആണ്. ഒന്ന് നമുക്ക് പറയാൻ, ഇറാറ്റിക് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്
വലിയൊരു പ്രോബ്ലമാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന് ഉണ്ടാക്കുന്നത്. അതെന്താണ് ആ പ്രോബ്ലം എന്ന് നമുക്കറിയാം. കാരണം മൺസൂൺ എന്ന് പറഞ്ഞ് കൃത്യസമയത്ത് വരുന്നില്ല, പല സമയങ്ങളിലും അത് കിട്ടുന്ന മഴയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ക്രോപ്പിംഗ് ടൈം മാറുന്നു, ചില സമയത്ത് ഫ്ലഡ് ഉണ്ടാവും, ചില സമയത്ത് ഡ്രോട്ട് ആവാം. അപ്പോൾ ആ കൃഷി കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് അവർക്ക് കിട്ടാതെ വരുമ്പോൾ വരുമാനം കുറയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടാമെന്ന് കൂടെ നമുക്ക് അതിനൊപ്പം പറയാം. സോ അപ്പോൾ ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ്, അപ്പോൾ ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പ്രൊമോട്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഇങ്ങനെയുള്ള ഇറിഗേഷൻ മെത്തേഡ്സുകൾ പ്രൊമോട്ട് ചെയ്യാം, അതുപോലെ തന്നെ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ ഗവൺമെൻറ് ഈ ലെവലിൽ ചെയ്തിരിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് കൂടെ ആഡ് ചെയ്യുക. അതായത് കൃഷി സിഞ്ചായി യോജന, പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്നൊക്കെ പറയുന്നുള്ള ഈ ഐഡിയാസും മോഡിഫൈഡ് ഇറിഗേഷൻ പ്രോഗ്രാം, ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് കൂടെ ഇവിടെ പറയാം. ദെൻ രണ്ടാമത് വരുമ്പോൾ ലോ പ്രൊഡക്ടിവിറ്റി വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടുള്ള മെഷേഴ്സിലേക്ക് നോക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ സോയിൽ ഹെൽത്ത് കാർഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലോ പ്രൊഡക്ടിവിറ്റി വരുന്നത്? ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൾട്ടി മെത്തേഡ്സ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, സോയിൽ ഹെൽത്ത് കാർഡ് യൂസ് ചെയ്ത് പ്രോപ്പർ ഫെർട്ടിലൈസർ ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള മെത്തേഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനായിട്ട് കൃഷി വിജ്ഞാൻ കേന്ദ്രാസ്, ഇങ്ങനെയുള്ള പല പല സ്കീംസ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതോടൊപ്പം ഗവൺമെൻറ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ കൂടി ആഡ് ചെയ്ത് വേണം ഇത് ആൻസർ ചെയ്യാൻ. ദെൻ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ കൺസ്ട്രെയിൻസ് പറയുകയാണെങ്കിൽ അപ്പോൾ അതെങ്ങനെ എന്ന് പറഞ്ഞാൽ ഫോർമൽ ലോൺ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഫോർമൽ മണി ലെൻഡിങ്ങിലേക്ക് ഇവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൻ്റെ കാര്യം പറയാം. 18%, 18% ഓഫ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് പോകുന്ന അഗ്രികൾച്ചർ പർപ്പസിലേക്ക് ആയിരിക്കണം എന്നുള്ളൊരു ക്ലോസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്കായിട്ട് അഗ്രികൾച്ചറിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ കൺസിഡർ ആക്കാൻ ഇൻഷുറൻസ് സ്കീംസ് പോകുന്നത്, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, അതുപോലെ തന്നെ PM കിസാൻ, നമുക്കറിയാം 6000 രൂപ വെച്ച് കൊടുക്കുന്ന, 2000 വെച്ച് 3 പ്രാവശ്യമായി കൊടുക്കുന്ന ആ സ്കീംസ്. അപ്പം ഇങ്ങനെയുള്ള സ്കീമുകൾ കൂടി ആ ഇഷ്യൂ എന്താണെന്ന് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് എന്തെല്ലാം ചെയ്യാമെന്ന് പറയാം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന മെഷേഴ്സ് കൂടെ നമ്മളിവിടെ പറയുന്നു. കാരണം ക്രിട്ടിക്കലി അനലൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ ഇതുപോലെ ഓരോ ഇഷ്യൂസിനും ഇപ്പോൾ സ്മോൾ ലാൻഡ് ഹോൾഡിങ്ങിൽ ഫ്രാഗ്മെൻറ്റൈസേഷൻ പറയുമ്പോൾ ലാൻഡുകളെ പൂൾ ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് ഫാമിംഗ് മെത്തേഡ്സ്, ആൾക്കാരെല്ലാം കൂടെ കൂടുതൽ സ്ഥലത്തെ ലാൻഡിനെ പൂൾ ചെയ്തിട്ട് ചെയ്യുന്ന കൃഷി മെത്തേഡ്സിൻ്റെ കാര്യങ്ങൾ പറയാം. ലാക്ക് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ പറയുമ്പോൾ ഗവൺമെൻറ് കൊമേഴ്ഷ്യലൈസേഷനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന മെത്തേഡ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ലാക്ക് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ വരുന്നു, അതെങ്ങനെ നേരിടാം, ഈ പറഞ്ഞ കോഓപ്പറേറ്റീവ് ഫാമിംഗ് വഴി കൊമേഴ്ഷ്യലൈസ്ഡ് ആവാനുള്ള മെഷീനറീസ് മേടിക്കും പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. വാസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, അണ്ടർ എംപ്ലോയ്മെൻറ്റ് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള കൂടുതലായിട്ട് നിൽക്കുന്ന ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് പറയുന്നത് പോലെ കൂടുതലായിട്ട് നിൽക്കുന്ന ആ വർക്കിംഗ് പോപ്പുലേഷനെ ഇവിടെ നിന്ന് മറ്റു മേഖലകളിലേക്ക് മാറ്റണം. അതിനായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റും എംപ്ലോയ്മെൻറ്റും, അതായത് നമ്മൾ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, അങ്ങനെയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ മെഗാ ഫുഡ് പാർക്കുകളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെയുള്ള അഗ്രികൾച്ചർ പ്രോസസ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ്, ഇങ്ങോട്ടൊക്കെ ഈ പറയുന്ന കൂടുതലായിട്ടുള്ള പോപ്പുലേഷനെ മാറ്റി അവർക്ക് ആ വേറെ സെക്ടറുകളിൽ ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി വേണം ഇതിൻ്റെ ഒരു ആൻസർ നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബോഡിയിൽ പ്രധാനമായിട്ട് വരുന്ന ഈ ഓരോ ഇഷ്യൂസും, ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഓരോ ഇഷ്യൂസും എങ്ങനെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നും അതിന് എന്ത് സൊല്യൂഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നും പറയുന്നതോടൊപ്പം തന്നെ അതിന് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന മെഷേഴ്സ് കൂടെ പറയണം. ദെൻ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിനൊരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ, അപ്പോൾ കൺക്ലൂഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ മെഷേഴ്സിൻ്റെ എല്ലാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ബോഡിയിൽ വന്നിരിക്കുന്നതിൻ്റെ എല്ലാം ഒരു എസെൻസ് ആയിട്ട് നമുക്ക് ആ കൺക്ലൂഷൻ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇനി എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന വേ ഫോർവേഡ് ഗവൺമെൻറ് മെത്തേഡ്സ്, അതുമല്ലെങ്കിൽ ആ ഒരു വേ ഫോർവേഡ് കൊണ്ടുവരിക, അതുമല്ലെങ്കിൽ ഈ ഇത്രയും പറഞ്ഞ ഗവൺമെൻറ് മെത്തേഡ്സ്, ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് എല്ലാം കൊണ്ടും എന്ത് പോസിറ്റീവ് ഇൻക്രീസാണ് ഇവിടുത്തെ ഈ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിലുണ്ടായത്, അല്ലെങ്കിൽ ആ അഗ്രികൾച്ചർ വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ എത്രമാത്രം ആ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എല്ലാം കുറയ്ക്കാൻ പറ്റി എന്നുള്ളൊരു കൺക്ലൂഷൻ കൂടെ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു 2, 5, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു എവരിവൺ. KS മെയിൻസ് പരീക്ഷയ്ക്ക് ആഴത്തിൽ പഠിക്കാൻ ഇനി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് കഷ്ടപ്പെടേണ്ട. 60-ലധികം പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി KS മെൻറ്റർ തയ്യാറാക്കിയ മെയിൻസ് അധിഷ്ഠിത സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോൾ കുറഞ്ഞ വിലയിൽ.